blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസത്തെ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫ് ഒത്തിരി അനുഗ്രഹിക്കുന്നതായി മാറട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അച്ചാമ്മ ജോസഫ് ഫ്രം തൃശ്ശൂർ. നമുക്ക് ആ സഹോദരിക്കായും കുടുംബത്തിനായും എല്ലാവരും ചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അച്ചാമ്മ ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൻ്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വീഴ്ചയ്ക്ക് ശേഷം സ്മെല്ല് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ മണങ്ങൾ തിരിച്ചറിയുവാനുള്ള ശേഷി തിരിച്ചു വരട്ടെ. മകൻ രാജീവ് ജോസഫിനായി പ്രാർത്ഥിക്കുന്നു, തൻ്റെ ആരോഗ്യത്തിനായി. അതുപോലെ കർത്താവെ, എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള സൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെ അനുഗ്രഹിക്കണമേ. വൈഫ് മെറിന ജോസഫിനായി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരത്തിലുള്ള വേദനകൾ സൗഖ്യമാകട്ടെ. മകൻ നീലിനായി പ്രാർത്ഥിക്കുന്നു. 10th സ്റ്റാൻഡേർഡിൽ ഉയർന്ന ജയം നൽകണമേ. തൻ്റെ ഹയർ സ്റ്റഡീസിനായി തന്നെ എക്വിപ്പ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ സുധയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, അവളുടെ മസിൽ വീക്ക്നെസ്, ആ പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വ്യക്തിപരമായും അവരെല്ലാവരും ചേർത്തും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു അച്ചാമ്മ ജോസഫ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി നിങ്ങളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയുന്നു, നിങ്ങൾക്കും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത് അനുഗ്രഹം പ്രാപിക്കാം, അനേകരെ അനുഗ്രഹിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരംഭിച്ച ദി ABC ഫോർമുല ഫോർ സക്സസ് എന്നുള്ള സന്ദേശം ഇന്നും തുടരുകയാണ്. ഇന്നലെ അതിൽ രണ്ടാമത്തത് A ആറ്റിറ്റ്യൂഡ്സ്, B ബിലീഫ് സിസ്റ്റംസ്, രണ്ടാമത്തതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി. നമ്മുടെ വിശ്വാസ രീതികൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. നമ്മുടെ മനസ്സിന് പല തട്ടുകളുണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. നമുക്കൊരു സുബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. ഇതിലെല്ലാറ്റിലും ഒരു ചിന്തകൾ ഇങ്ങനെ നടക്കുകയാണ്. ആ ചിന്തകളിൽ നിന്നാണ് തോട്ട് പാറ്റേൺസും ആശയങ്ങളും ഉണ്ടാകുകയും അതിലൂടെ പതുക്കെ പതുക്കെ നമുക്ക് ബിലീവ് സിസ്റ്റംസിലേക്ക് എത്തിച്ചേരുന്നു. ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ദൈവത്തെ എങ്ങനെ കാണും, ദൈവത്തെ എങ്ങനെ വിശ്വസിക്കുന്നു? ദൈവത്തെ ചുമ്മാ ഒരു ശക്തിയായിട്ടാണോ വിശ്വസിക്കുന്നത്, അതൊരു വ്യക്തിയായിട്ടാണോ വിശ്വസിക്കുന്നത്? വ്യക്തതയുണ്ടോ? ദൈവത്തെ അയാൾ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, സ്വന്തം ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണും? ചിലരൊക്കെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല, ചില ലൈഫിനെ പ്രഷ്യസായി കാണുന്നു. അപ്പോൾ ജീവിതത്തെ എങ്ങനെയാണ്, ആ ജീവിതത്തെക്കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം എന്താണ്? അതിനനുസരിച്ചാണ് ലൈഫിൽ എന്ത് നടക്കും എന്നുള്ളത് കാണുന്നത്. ചിലരൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാൻ, ചുമ്മാ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കും, അങ്ങനെ കാണുന്നവരുണ്ട്. ജീവിതത്തിന് ഒരു വിലയും കൊടുക്കാത്തവരുണ്ട്. അതുപോലെ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു? ചിലർ ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്, ഒരു നാടകത്തിൻ്റെ സ്റ്റേജാണ്. അവിടെ നമ്മൾ ഒന്നിങ്ങനെ അഭിനയിച്ച് പോകുന്നു, അങ്ങനെ മാത്രം കാണുന്നവരുണ്ട്. കൂടാതെ നമ്മുടെ പാരൻസിനെ എങ്ങനെ കാണുന്നു, മാതാപിതാക്കളെ, സ്പൗസിനെ,
അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി എങ്ങനെ കാണുന്നു, കുട്ടികൾ എങ്ങനെ കാണുന്നു, അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ സ്റ്റഡീസിനെ എങ്ങനെ കാണുന്നു, ഒരു പൊല്ലാപ്പ് എങ്ങനെയെങ്കിലും അത് തീർന്നാൽ മതി. ജോലി ചെയ്യുന്നവർ ജോലിയെ എങ്ങനെ കാണുന്നു, അതിനെ വെറും വിരസമായ ഒരു ഒന്നായിട്ടാണോ, അതിലൊരു വാസ്തവത്തിലുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ചുമ്മാ ഉപജീവനത്തിന് വേണ്ടി മാത്രമുള്ള എന്തെങ്കിലുമാണോ, അതോ ഭൂമിയിൽ എൻ്റെ ഒരു ദൗത്യമാണിത്, ദൈവം എനിക്ക് തന്നൊരു അസൈൻമെൻ്റ് ആണിത്, അങ്ങനെ കാണാറുണ്ടോ? ഈ രീതിയിൽ ദൈവത്തെക്കുറിച്ച്, അവരവരെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച്, സാത്താനെക്കുറിച്ച് ഒക്കെയുള്ള ഉള്ളിലുള്ള വിശ്വാസ രീതികൾ എന്താണ്? അതാണ് ബിലീഫ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഒരാൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം. ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ വിശ്വാസ രീതികൾ എങ്ങനെയാണ് നമ്മളിൽ ഉളവാകുന്നത്? അതിന് ഏത് പ്രായത്തിലാണ് ഇത് ഉളവാകുന്നത്? എത്രാമത്തെ വയസ്സിലാണ് ഈ വിശ്വാസങ്ങൾ അകത്ത് വരുന്നത് എന്ന് ചോദിച്ചാൽ കുറേ അധികം പുറകിലേക്ക് പോകേണ്ടി വരും. ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉളവാകുമ്പോൾ, ജനിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത്, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്തെ വിശ്വാസ രീതികൾ ഫോം ചെയ്യാൻ തുടങ്ങും. കുഞ്ഞിൻ്റെ അകത്ത്, ഒരു അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ സൈക്കിൾ, അതിൻ്റെ മനസ്സിൽ അമ്മയിൽ നിന്ന് തന്നെ പലതുമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കുറേയധികം കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്, ഹൗ ദ ചൈൽഡ് ഈസ് പാരൻറ്റഡ്, അത് വളരെയധികം ഇതിനെ ബാധിക്കുന്നതാണ്. എങ്ങനെ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നു, ആര് വളർത്തുന്നു? ഉദാഹരണത്തിന്, വളർത്തുന്ന മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളും, അവരുടെ വിശ്വാസം ശരിയല്ല, തെറ്റായ പലതുമുണ്ട്. ഓരോ മാതാപിതാക്കളുടെ അകത്തും തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ളതുമായ വിശ്വാസ രീതികളുടെ ഒരു മിക്സ്ചർ ഉണ്ടായിരിക്കും. കുറേ കാര്യങ്ങൾ ശരിയായിരിക്കും, കുറേ കാര്യങ്ങൾ തെറ്റായിരിക്കും. ഉദാഹരണത്തിന്, ദൈവത്തെക്കുറിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പാസ് ഓൺ ചെയ്യുന്ന വിശ്വാസം ശരിയാകണമെന്നില്ല. അവരുടെ അറിവിലുള്ളതും അവരുടെ അതിനു മുമ്പുള്ള മാതാപിതാക്കളിൽ നിന്നും തലമുറകളിൽ നിന്നും അവർക്ക് കിട്ടിയതാണ് അവർ കൈമാറ്റം ചെയ്യുന്നത്. അത് തെറ്റാകാം, ശരിയാകാം. ഇങ്ങനെ പാരൻറ്റിങ്ങിലൂടെയാണ് കുറേയധികം വിശ്വാസങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നത്. അത് കൂടാതെ മാതാപിതാക്കളുടെ ഇൻട്രാക്ഷനിലൂടെ അവരെ മുന്നിലോട്ട് ഓരോ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്നതിലൂടെയെല്ലാം വിശ്വാസ രീതികൾ കുഞ്ഞുങ്ങളുടെ അകത്ത് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ കുഞ്ഞുങ്ങൾ 2, 3 അല്ലെങ്കിൽ 4, 5 ഉള്ള വീട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വളരുമ്പോൾ അവരുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്നും അവരിൽ നിന്നും പലതും വിശ്വാസ രീതികളായി അകത്ത് വരാം. അങ്ങനെയും കുറേ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അവിടെയും തീരുന്നില്ല. പല ആളുകളും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഒത്തിരി വ്യക്തികൾ, ഉദാഹരണത്തിന് സ്കൂൾ ടീച്ചേഴ്സ്, സ്കൂളിൽ ചെല്ലുമ്പോൾ, ട്യൂഷൻ പഠിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള വ്യക്തി, ട്യൂഷൻ മാസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന സീനിയേഴ്സ്, ആരൊക്കെ നമ്മുടെ ലൈഫിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ അവരിൽ നിന്നൊക്കെ അറിഞ്ഞും അറിയാതെയും പല വിശ്വാസങ്ങളും നമ്മളുടെ അകത്തേക്ക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസം എന്ന് ഞാനിവിടെ പറയുന്നത് ദൈവവിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല, ഇൻ എ ബ്രോഡ് വേ എന്തിനെക്കുറിച്ചുമുള്ള വിശ്വാസ രീതികൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏജൻസിലൂടെ പല തരത്തിൽ. അതിൻ്റെ പ്രധാനമായ ആദ്യത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങുന്നത്, പ്രത്യേകിച്ച് അമ്മയിൽ നിന്ന്. അതിനുശേഷം പലരിൽ നിന്നുള്ള ഇൻടേക്സ് ഉണ്ടായിരിക്കും. കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ അനുഭവങ്ങളാണ്. നമ്മൾ സാധാരണ പറയും എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയാറുണ്ട്. അത് പൂർണ്ണമായും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എല്ലാ അനുഭവങ്ങളും നമ്മൾ ശരിയായ ഗുരുവുമല്ല. കാരണം
ചില അനുഭവങ്ങളിലൂടെ അവർ പഠിച്ചു വയ്ക്കുന്ന പാഠങ്ങൾ തെറ്റാണ്. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ ഉപദ്രവിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ ഉപദ്രവിച്ചതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരും തെമ്മാടികളാണ്, ഒരൊറ്റ എണ്ണത്തിന് വിശ്വസിക്കരുത് എന്നുള്ളൊരു ബിലീവ് സിസ്റ്റം ഒരു പെൺകുട്ടിയുടെ അകത്ത് ഫോം ചെയ്താൽ അത് തെറ്റാണ്. അവിടുത്തെ അനുഭവം അവളെ പഠിപ്പിച്ചത് ശരിയായൊരു പാഠം അല്ല. ഒരാൾ ഉപദ്രവിച്ച് കാണാൻ, രണ്ടുപേർ ശ്രമിച്ച് കാണാം എന്നതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും തെറ്റുകാരാണ്. നെവർ. നമ്മൾ അനുഭവിക്കുന്ന വേദന, മിസറബിൾ എക്സ്പീരിയൻസസ്, മറ്റുള്ളവരിൽ നിന്നുള്ള അബ്യൂസ്, ഇൽ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം നമ്മുടെ അകത്ത് ചില വിശ്വാസ സംഹിതകൾ കൊണ്ടുവരാം. അതാണ് മറ്റൊരു മാധ്യമം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ വാച്ച് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, എവിടെ നിന്നൊക്കെ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ശരിയാകട്ടെ തെറ്റാകട്ടെ വിശ്വാസ രീതികൾ കൊണ്ടുവന്ന് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇതൊക്കെ പറയാൻ കാരണം, നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾ വിശ്വസിച്ച് വച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ രീതിയിൽ പല ഘട്ടങ്ങളിലൂടെ കിട്ടിയതാണ്. എന്നാൽ അതിനെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ, തെറ്റായതിനെ മാറ്റി ശരിയായതിനെ നിലനിർത്തി ഇനിയും കൂടുതൽ ശരി മനസ്സിലാക്കാനുള്ളത് ഉള്ളിലേക്ക് എടുത്തെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള വിശ്വാസ രീതിയിലേക്ക് വന്ന് ശരിയായ ലൈഫിൻ്റെ ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും വരാൻ നമുക്ക് സാധിക്കും. കോർ ബിലീവ് സിസ്റ്റം എന്നൊരു സാധനമുണ്ട്. കോർ ബിലീവ് സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു വ്യക്തി, ഒരു കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് ഏകദേശം ഒരു 7 വയസ്സ് വരെയൊക്കെയുള്ള സമയത്ത് തൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ബിലീവ് സിസ്റ്റം, ആ വിശ്വാസ രീതി, ദൈവത്തെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച്, എന്തിനെക്കുറിച്ചും ആ കുഞ്ഞിൻ്റെ അകത്ത് 7 വയസ്സ് വരെ ഫോം ചെയ്യുന്ന വിശ്വാസ രീതി, അതിനെയാണ് കോർ ബിലീവ് സിസ്റ്റം എന്ന് പറയുന്നത്. കോർ ബിലീവ് സിസ്റ്റം ഒരു വൃക്ഷത്തിൻ്റെ കാതൽ പോലെയാണ്. ഏതൊരു വൃക്ഷത്തിൻ്റെ അകത്തൊരു കാതൽ കാണും, കോർ. ഇതിൻ്റെ പ്രത്യേകത, ഈ കോർ ബിലീവ് സിസ്റ്റത്തിൻ്റെ പുറത്താണ് ബാക്കിയുള്ള ഏത് ബിലീവ് സിസ്റ്റവും പണിയപ്പെടുന്നത്, വളർന്നു വരുന്നത്. അങ്ങനെ ഇത് വികസിച്ച് 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 വന്നുകൊണ്ടിരിക്കുക. കോർ ബിലീവ് സിസ്റ്റം സാധാരണ അൺചേഞ്ച്ഡായി ആ വ്യക്തിയിൽ മരണത്തോളം കിടക്കും. സോ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് കാതലായ വിശ്വാസങ്ങൾ. ഇതധികവും 7 വർഷത്തിനുള്ളിൽ നടക്കുന്നതായതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഗൾഫിൽ പോകുന്നവരാണെങ്കിൽ 2 പേരും ഗൾഫിലാണ്. പിള്ളേരെ വളർത്തുന്നത് ഗ്രാൻഡ്മയോ ഗ്രാൻഡ്പയോ അല്ലെങ്കിൽ വീട്ടിലുള്ള പലരുമായിരിക്കും. അപ്പോൾ അവരുടേതായിരിക്കും ഈ കോർ ബിലീവ് സിസ്റ്റം ഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. അങ്ങനെ ഒരു ബിലീവ് സിസ്റ്റം അകത്ത് കിടപ്പുണ്ടായിരിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള ബിലീവ് സിസ്റ്റം കിടക്കുമ്പോൾ തന്നെ ജനറേഷണലായി അതോട് ചേർന്ന് വന്നു ചേരുന്ന പലതും അതിനകത്ത് കാണും. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചു വളർത്തപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വിശ്വാസ സംഹിതകളും അവരുടെ സംസ്കാരം, ആ കുടുംബത്തിൻ്റെ കൾച്ചർ, രീതികൾ, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു കോർ ബിലീവ് സിസ്റ്റവും ജനറേഷനിലായി തനിക്ക് കിട്ടുന്നതെല്ലാം കൂടെ ചേർന്നുള്ള ഒന്നിലാണ് താൻ വളരുന്നത്. പലപ്പോഴും ഈ വിശ്വാസത്തിനെതിരെ ആരെങ്കിലും എപ്പോഴെങ്കിലും സംസാരിച്ചാൽ പെട്ടെന്ന് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്, ഹീസ് അറ്റാക്ഡ്, ഹീസ് അറ്റാക്കിങ് മൈ ഫെയ്ത്ത്, ഹീസ് അറ്റാക്കിങ് മൈ ബിലീവ് സിസ്റ്റം. ഇങ്ങനെ ഉള്ളിലേക്ക് തോന്നിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ വിശ്വസിച്ചു വച്ചിരിക്കുന്ന ഇസങ്ങൾ, ഞാൻ വിശ്വസിച്ചു വച്ചിരിക്കുന്ന സത്യങ്ങൾ, രീതികൾ ഇതൊക്കെയാണ്. എന്നാൽ അതിനെതിരെ ഇയാൾ സംസാരിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വലിയൊരു വിമർശന ബുദ്ധിയും എല്ലാം കൂടെ അകത്തിങ്ങനെ ഉയർന്നു വരും. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് കോർ, അതുപോലെ ജനറേഷനിലായി കിട്ടിയിട്ടുള്ള വിശ്വാസങ്ങൾ, അവരുടെ പാരമ്പര്യങ്ങളെ, ഇതുവരെ കീഴ്വഴക്കങ്ങളെ ഒക്കെ ആരൊക്കെയോ ചോദ്യം ചെയ്യുന്നു, എതിർക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻസെക്യൂരിറ്റി അകത്ത് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ കോർ ബിലീഫ് സിസ്റ്റത്തെ പോലും മാറ്റിമറിക്കാൻ യേശുവിൻ്റെ വചനങ്ങൾക്കും
പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കും സാധിക്കും. അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റായ വിശ്വാസ രീതികൾ മാറി മറിഞ്ഞെങ്കിൽ മാത്രമേ സത്യമായ വിശ്വാസ രീതികളെ നിലനിർത്തുകയും ഏതെല്ലാം തെറ്റുണ്ടോ അതെല്ലാം വെട്ടിമാറ്റി ശരിയായതിനെ കൂട്ടിച്ചേർത്ത് പണിയുമ്പോഴാണ് ആ വ്യക്തി ഫുൾനെസ്സിൽ വളരുവാൻ സാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, വി വിൽ ഗ്രോ ഓൺലി ഇഫ് വി ആർ ഓപ്പൺ ടു ചേഞ്ച്. മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വളരാൻ കഴിയൂ. ഇന്ന് ഞാൻ വിശ്വസിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായത് തിരുത്തുവാൻ, സമ്മതിച്ച് തിരുത്താൻ ഞാൻ തയ്യാറായെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത ലെവലിലേക്കുള്ള വളർച്ചയുള്ളൂ. വളരാൻ ആഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ ഇതുവരെ വിശ്വസിച്ചു വച്ചിരുന്നൊരു കാര്യത്തിന് വിരുദ്ധമായിട്ടാണ് ബൈബിളിൽ ഒരു സത്യം വെളിപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അവിടെ വെച്ച്, ദൈവമേ ഇത് നിൻ്റെ വചനമായതുകൊണ്ട്, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതുമല്ല, ഞാൻ ഇതുവരെ എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്ന് കേട്ടതുമല്ല, സൺഡേ സ്കൂളിൽ പഠിച്ചതുമല്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതുമല്ല, നിൻ്റെ വചനം സത്യമായതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു. ഈ ഒരു മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുപോലെ ഓപ്പൺ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് വളരുവാൻ അവസരമുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസ രീതികളിൽ there are godly and ungodly belief systems. രണ്ട് തരത്തിലുണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി അൺഗോഡ്ലിയായ തെറ്റായതിനെ മാറ്റിക്കളഞ്ഞ് ശരിയായതിനെ മുറുകെ പിടിച്ച്, തെറ്റായതിനെ കളഞ്ഞ സ്ഥാനത്തേക്ക് ശരിയായതിനെ റെസ്റ്റോർ ചെയ്ത്, ശരിയായതിനെ റീപ്ലേസ് ചെയ്ത് മുന്നിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വളർച്ചയുടെ പൂർണ്ണതയിൽ എത്തുവാൻ നമുക്ക് സാധിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, പലർക്കും ഒരു പൂച്ച വട്ടം ചാടിയാൽ മതി അന്നത്തെ പോക്ക് മുടങ്ങി. അവരുടെ വിചാരം ഈ ജന്തു കറുത്ത പൂച്ചയാണെങ്കിൽ തീർന്നു. ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് പൂച്ച ഒന്ന് വട്ടം ചാടി, അതോടുകൂടെ എല്ലാം അവസാനിപ്പിച്ച് സഞ്ചിയും തൂക്കി നേരെ വീട്ടിൽ കയറി. പിന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും പോകാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും ഇറങ്ങി വരുന്ന പലരുമുണ്ട്. ഇതിനെല്ലാം കാരണം എങ്ങനെയോ ആരിൽ നിന്നോ വിശ്വാസ രീതിയിൽ കടന്നു പറ്റി അതൊരു ദുശകുനമാണ്. കറുത്ത പൂച്ച വട്ടം ചാടി അല്ലെങ്കിൽ പൂച്ച വട്ടം ചാടിയിൽ അന്നത്തെ പോകുന്ന കാര്യം സാധിക്കില്ല. ഇതാരോ പറഞ്ഞു, വിശ്വസിച്ചു. എത്ര സമയം ആ വ്യക്തിക്ക് നഷ്ടമായി. ഒരുപക്ഷെ തിരിച്ചു കയറി രണ്ടാമത് ഇറങ്ങി വരുന്നതിനിടയ്ക്കിൽ ട്രെയിൻ മിസ് ചെയ്ത് കാണും, ബസ് നഷ്ടപ്പെട്ട് കാണും, പലതും നഷ്ടങ്ങൾ വരാം. എന്നാൽ അതിനെ മാറ്റി, ആ അന്ധവിശ്വാസത്തെ മാറ്റി ശരിയായൊരു വിശ്വാസം, 121 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ദൈവം ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്നവനാണ്. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും അവൻ പരിപാലിക്കുന്നവനാണ്. God's watchful eyes will watch over us. ആ ഒരു വിശ്വാസത്തോടു കൂടെ ജീവിക്കാൻ, അതുകൊണ്ട് എത്ര വലിയ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ we can replace the ungodly belief systems with godly ones. എല്ലാ ശരിയായ വിശ്വാസവും വിശ്വാസ രീതികളും, all godly belief systems വരുന്നത് ദൈവത്തിൽ നിന്നാണ്. കാരണം God is truth. He is truthful. ദൈവത്തിലാണ് സത്യം ഇരിക്കുന്നത്. അതുകൊണ്ട് ആ സത്യത്തിൽ നിന്നാണ്, പരമസത്യത്തിൽ നിന്നാണ് എല്ലാ ബാക്കിയുള്ള ശരിയായ വിശ്വാസ രീതികളും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ തെറ്റായ വിശ്വാസത്തിൻ്റെയും വിശ്വാസ രീതികളുടെയും ഉറവിടം സാത്താനാണ്. കാരണം ബൈബിൾ പറയുന്നു, പിശാച് ഭോഷ്ക് പറയുന്നവനും അഥവാ കള്ളം പറയുന്നവനും ഭോഷ്കിൻ്റെ പിതാവുമാണ്. സകല കള്ളവും നുണയും അസത്യവും വ്യാജവും കള്ളസാക്ഷ്യവും സകലവും വരുന്നത് സാത്താനിൽ നിന്നാണ്. ഇതിൻ്റെ ഉറവിടം നമ്മൾ മനസ്സിലാക്കണം. ആരിൽ നിന്ന് ഈ വിശ്വാസം കിട്ടി എന്നുള്ളതല്ല വിഷയം. അത് തെറ്റായതുകൊണ്ട് അതിൻ്റെ ഒറിജിൻ
സാത്താനിൽ നിന്നാണ്. ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾ ശരിയാണോ? അതെങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ വചനമായ ബൈബിളുമായി വെച്ച് നോക്കി ഒന്ന് മാറ്റുരച്ച് നോക്കിയാൽ മതി. അങ്ങനെ മാറ്റുരച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ശരിയാണോ തെറ്റാണോ. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈബിൾ വായിക്കണം. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. അത് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ മുന്നിലേക്ക് പോകാൻ, അല്ലെങ്കിൽ സത്യത്തെ മനസ്സിലാക്കി വേണ്ടാത്തതിന് എടുത്തു കളയാൻ നമുക്ക് സാധിക്കും. ഈ ദിവസങ്ങളിൽ സമയമെടുത്ത് ഈ വർഷം ബൈബിൾ വായിക്കാൻ ഒരു തീരുമാനമെടുക്കുക. അത് വായിക്കാനല്ല, പഠിക്കാൻ തീരുമാനമെടുക്കുക. അതിലൂടെ ശരിയായ വിശ്വാസ രീതികളിലേക്ക് ദൈവം ഓരോരുത്തരെയും കൊണ്ടുവരും. അതാണ് എൻ്റെ പ്രാർത്ഥന, അതാണ് എൻ്റെ ആഗ്രഹം. തുടർന്ന് നമുക്ക് ഈ സമയത്ത് മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. ദൈവം ചിലരുടെ ജീവിതത്തിൽ ചെയ്തത് കാണുമ്പോൾ അതുപോലെ ദൈവം എനിക്കും ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അകത്തുണ്ടാകും. ശേഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. എൻ്റെ പേര് കുസുമം. ഞാൻ പുന്നപ്പുറയിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് മണ്ണിൻ്റെ അലർജി ആയിരുന്നു. 1.5 വയസ്സുള്ളപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അവന് 4.5 വയസ്സുണ്ട്. അവന് അസുഖം വന്നിട്ട് മാറുന്നില്ലായിരുന്നു. മെഡിസിൻ എല്ലാം കൊടുത്തിട്ടും കുറവില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ സൂര്യ TV-യിലെ പ്രോഗ്രാം കാണാനിടയായി. ബ്രദർ അലർജി അസുഖമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവന് ആദ്യമൊക്കെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് മാറി. വെള്ളം വരവലും ചൊറിച്ചിലും എല്ലാം മാറി. അവൻ സുഖമായിട്ട് ഇറങ്ങി. വേറെ ഒരു ദിവസം ഇതുപോലെ തന്നെ സ്കൂളിൽ വെച്ച് അവന് പനിയും ഛർദിലും ഉണ്ടായി. ആശുപത്രിയിൽ മരുന്നിന് പോയിട്ട് മരുന്ന് വാങ്ങി വീട്ടിൽ വന്നു. അവന് ഒട്ടും വയ്യാതെ വന്നപ്പോൾ ബ്ലെസ്സിംഗ് ടുഡേയിൽ അന്നും വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ച സിസ്റ്റർ പറഞ്ഞു, അവനെ ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ട, അന്ന് കർത്താവ് അവനെ സുഖപ്പെടുത്തും, ആശുപത്രിയിലൊന്നും പോകേണ്ട എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ അവൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി, സ്തോത്രം അർപ്പിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഫെബ്രുവരി 11-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484-422-100, 0484-422-101. ഈ സമയത്ത് വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളും ഹൃദയത്തിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് ദൈവികമായ വിടുതലുകളും രോഗസൗഖ്യങ്ങളും വ്യക്തികളിലേക്കും ഭവനങ്ങളിലേക്കും വന്നു ചേരട്ടെ. ചെവിയുടെ അകത്ത് പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യങ്ങൾ, പ്രത്യേകിച്ച് പഴുപ്പ് പസ്സൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന, പലപ്പോഴും നിങ്ങൾ കോട്ടൺ പീസൊക്കെ ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. കണ്ണുകൾക്ക് തകരാറുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യം ആകട്ടെ, ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കൂടെ ടോൺസിലൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ, തൊണ്ടയ്ക്കകത്ത് വരുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റിനകത്ത് ലംബുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന വ്യക്തിയാകാം, പൂർണ്ണ സൗഖ്യത്തിലേക്ക് ഇപ്പോൾ വരട്ടെ. ഹാർട്ടിന് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്, പ്രത്യേകിച്ച് പാൾപിറ്റേഷൻ പോലെ ഹൃദയമിടിപ്പിൻ്റെ നിരക്കിങ്ങനെ കൂടി വേഗതയിലിടിക്കുന്നത്, റേറ്റ് കൂടുന്നത് യേശുവിൻ്റെ നാമത്തിൽ നോർമലായി മാറട്ടെ. താങ്ക് യു ലോർഡ്. ഹെർണിയ സൗഖ്യമാകട്ടെ.
പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അലർജികൾ സൗഖ്യമാകട്ടെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. നന്ദി കർത്താവ്. നട്ടലിൻ്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഏതുവിധ രോഗവും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം ആകട്ടെ. ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിക്കുക. TV സ്ക്രീനിലേക്ക് കൈനീട്ടി ഇപ്പോൾ തന്നെ നിങ്ങളുടെ രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. ഇൻ ജീസസ് നെയിം. അപൂർവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. അതുപോലെ ഒരു പ്രത്യേക കണ്ടീഷൻ, വായുടെ അകത്തുള്ള പല്ലുകളെല്ലാം ഇളകി പോകുന്നു, ഊരി പോകുന്നു. പലതും പോയി. നിങ്ങളൊരു വല്ലാത്ത ഭീതിയിലാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇനിയുള്ള പല്ലുകൾ പഴയതുപോലെ തന്നെ ഉറച്ചു വരട്ടെ, സ്ട്രോങ് ആവട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കർത്താവേ, നീ അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. തിലക് എന്ന് പറയുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് അത് തൊടുന്നു. വായ്ക്കകത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രയാസമുള്ള വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ മാറിപ്പോട്ടെ, എല്ലാവിധ രോഗങ്ങളും മാറിപ്പോട്ടെ. കർത്താവിൻ്റെ വിടുതൽ ഇപ്പോൾ നീ കൽപ്പിച്ചതിനായി നന്ദി പറയും. എല്ലാ മഹത്വവും കർത്താവേ അങ്ങേക്ക് ഇപ്പോൾ ഞങ്ങൾ നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദ ABC ഫോർമുല ഫോർ സക്സസ്, വിജയത്തിൻ്റെ സൂത്രവാക്യം, നാളെയും തുടരുന്നതായിരിക്കും. ഒന്നുപോലും മിസ് ചെയ്യരുത്. ദിസ് ഈസ് വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് വെരി ട്രാൻസ്ഫോർമേറ്റീവ്. ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശങ്ങളിലൂടെ ഉണ്ടാകും. അങ്ങനെ പ്രാർത്ഥിക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.